ഇറാൻ യുദ്ധം തുടങ്ങിയതു മുതൽ ആരൊക്കെയായിരിക്കും ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്ന രാജ്യം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ലോകത്ത് നടക്കുന്നത്. ട്രംപ് ഇതിലേക്ക് സകല രാജ്യങ്ങളെയും വലിച്ചിടാൻ ശ്രമിക്കുകയാണ്. ഇറാനും ഇതിലേക്ക് സകല രാജ്യങ്ങളെയും വലിച്ചിടാൻ ശ്രമിക്കുകയാണ്, പ്രധാനമായും മിഡിൽ ഈസ്റ്റിനെ. അതുകൊണ്ടാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും ആക്രമിച്ചത്. സൗദി, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, UAE അടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ യുദ്ധത്തിൽ പങ്കാളികളാകണം. അതേസമയം ഡൊണാൾഡ് ട്രംപ് നാറ്റോയെ ഈ യുദ്ധത്തിൽ പങ്കാളിയാക്കാനാണ് ശ്രമിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ കാല് പിടിച്ചും യൂറോപ്പിനോട് അപേക്ഷിച്ചിട്ട് പോലും നാറ്റോ ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ US താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണം, ബ്രിട്ടന്റെ ഡീഗോ ഗാർസിയയിലുള്ള ആ ഒരു ആക്രമണം, US താവളത്തിലെ ആക്രമണം ബ്രിട്ടന് വലിയ നാണക്കേടും ആഘാതവും ഉണ്ടാക്കി. ഇതേ തുടർന്ന് ബ്രിട്ടൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ മുണ്ടുമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിനടുത്ത് ബ്രിട്ടൻ അവരുടെ ആണവ അന്തർവാഹിനികൾ കൊണ്ടുവന്ന് വിന്യസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. ഇതോടെ യുദ്ധത്തിൽ മറ്റു പല രാജ്യങ്ങളും പങ്കെടുക്കാനായിട്ടുള്ള സന്നദ്ധത ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാൻ യുദ്ധത്തിൽ ചേരുന്നതിനുള്ള നടപടികൾ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് പോരാട്ടം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. കിങ് ഫഹദ് വ്യോമത്താവളത്തിലേക്ക് US സൈന്യത്തിന് പ്രവേശനം നൽകാൻ സൗദി അറേബ്യ സമ്മതിച്ചതായി ഈ വിഷയത്തെക്കുറിച്ച് പരിചയമുള്ള ആളുകളെ ഉദ്ധരിച്ച് WSJ റിപ്പോർട്ട് ചെയ്തു. ദീർഘകാല എതിരാളിയെ ആക്രമിക്കാൻ അവരുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഒരു തിരിച്ചടിയാണിത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആശുപത്രിയും ക്ലബും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടച്ചുപൂട്ടിയതായി പരിചിതമായിട്ടുള്ള ആളുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് ടെഹ്റാന് പിന്തുണ നൽകുന്ന ഒരു പ്രധാന സ്രോതസ്സിനെ തന്നെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ചില മിസൈലുകൾ ബഹ്റിനിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് വീഡിയോകൾ വ്യക്തമാക്കുന്നതായി WSJ പറഞ്ഞു. മേഖലയിലെ രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് പറയാൻ US സൈന്യം വിസമ്മതിക്കുന്നുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. WSJ റിപ്പോർട്ടും US സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറുകളും നേട്ടങ്ങൾ മായ്ച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നു എന്നുള്ളതാണ് ഇതിനെ തുടർന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. വാഷിംഗ്ടണിന്റെ ഗൾഫ് പങ്കാളികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിൽ അവർ നിരാശരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി സമീപ രാജ്യങ്ങളെ നിരവധി ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ വാതകപ്പാടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഊർജ്ജ ആസ്തികൾക്കെതിരെ ഇറാൻ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതിന് കാരണമായി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി ലക്ഷ്യമിടുന്നില്ലെന്ന് പിന്നീട് പറഞ്ഞ ഇസ്രായേലിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശാസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇറാനുമായുള്ള ഉൽപാദനക്ഷമമായുള്ള സംഭാഷണങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതിന് ശേഷം ഇറാനിയൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നതിന് 5 ദിവസത്തേക്ക് അത് നിർത്തിവെക്കുകയാണെന്ന് തിങ്കളാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.